പലപ്പോഴും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും റിലേഷൻഷിപ്പിലൊക്കെ കടന്നു വന്നിട്ട് ആളുകൾ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഞാൻ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കില്ല, ഞാൻ എന്നെ മാത്രമേ ടേക്ക് കെയർ ചെയ്യുള്ളൂ എന്നുള്ളത്. നമ്മളെ സ്വന്തം കാര്യം മാത്രം നോക്കുകയും മറ്റുള്ള ആളുകളെ പാടെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എത്തുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കായിരിക്കും. എന്നാൽ മറ്റു പല ആളുകളുണ്ട്, അവരവർക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് പോലും അവർക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെയും എന്തുമാത്രം എനർജിയും ടൈമും ഒക്കെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അവർ ആക്ച്വലി അവരെ സെൽഫിനെ നിരന്തരം ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഭാഗം ആളുകളുണ്ട്, അവർ ഓൾവേസ് അവരവരെ സെൽഫിന് വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ടിയിട്ട് അവർ ടൈം കൊടുക്കുകയും അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്താണ് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുക എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. സർവീസാണ് അവർ ചൂസ് ചെയ്യുക. അവർ ഹൈ സെൽഫ് എസ്റ്റീമും സെൽഫ് ഇമേജും ഉള്ള ആളുകളായിരിക്കും. സോ സെൽഫിഷ്നെസ്സിൽ നിന്ന് സെൽഫ് ലവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ദൂരമാണ്. സോ നമ്മുടെ ഹൃദയം തുറക്കുന്ന സമയത്താണ് നമ്മുടെ അകത്ത് നമ്മളോടുള്ള ഇഷ്ടം, നമ്മളോടുള്ള സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് ചൂസ് സർവീസ് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്.